വെണ്ണകെട്ട കള്ളൻ, ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത കള്ളക്കണ്ണൻ, പ്രിയസഖി രാധയുടെ ഹൃദയം കവർന്നെടുത്ത കാമുകനായ കണ്ണൻ. ഇങ്ങനെ പറഞ്ഞു തരപ്പിച്ച വാക്കുകളല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ. കറകളഞ്ഞൊരു വിപ്ലവകാരിയായിരുന്നു കൃഷ്ണൻ. സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞത് ആരാ? കൃഷ്ണൻ. അവനവന്റെ മണ്ണ് അവനവൻ തന്നെ പിടിച്ചെടുക്കണമെന്ന് പാണ്ഡവരെ ഉപദേശിച്ചതാരാ? 100% ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കൃഷ്ണൻ. അർജുൻ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൃഷ്ണൻ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഈ കൊപ്രാപുരക്ക് കരുണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൃഷ്ണപുര ഗ്രാമത്തിന്റെ ഉൾക്കുറിപ്പുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിങ്ങളിൽ ഒരുവനായി കർമ്മനിരതനായി കഴിയുന്ന ഫൽഗുനം തമ്പിയുടെ ഏക മകൾ സത്യഭാമ ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ 6 തരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത്. ദുർഭരണം നടത്തുന്നവരെ, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോരോ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും ഇന്നും എന്നും പ്രശസ്തനായ വിപ്ലവകാരി കൃഷ്ണൻ തന്നെയാണ്. ഇന്ന് അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് തന്നെ കാര്യം അല്ല. കരുണന്റെ കീഴടക്കി ഒരു ചെമ്പനീർ പൂവിന്റെ സൗരഭ്യം പടർത്തി കൃഷ്ണപുര ഗ്രാമത്തിന്റെ അഭിമാനമായി പടക്കിയെത്തുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫൽഗുനം തമ്പിയുടെ മകൾ കുമാരി സത്യഭാമയ്ക്ക് വർണ്ണോഷ്മവുമായ വരവേൽപ്പ് സ്വീകരിക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും. ആർക്കാണ് ഇവിടെ സ്വീകരണം? വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഖല കീഴടക്കി പോലും ആ കള്ളത്തമ്പിയുടെ കാശിന്റെ ബലത്തിൽ എവിടെയോ വക്കീൽ പരീക്ഷ പാസ്സായി വന്നൊരു പിറപ്പെണ്ണ്. വാർത്ത വേണ്ട, തമ്പി അങ്ങൊന്നിന്റെ അടുത്ത് കളി വേണ്ട. ഇനി അങ്ങോട്ട് അങ്ങൊന്നും വെറും തമ്പിയല്ല, വലുതാ വക്കീലിന്റെ അച്ഛൻ തമ്പിയാ. അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വീകരണം കൊടുക്കാൻ അവളാരാ? ഈ ശ്രീകൃഷ്ണപുരത്തെ ഝാൻസി റാണിയോ? കണ്ണേറ്റിങ്ങരയിലെ കുഞ്ഞേട്ടൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വീകരണം കൊടുത്തോ? മാതൃഭൂമിക്ക് വേണ്ടി പോരാടി ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് തിരിച്ചെത്തിയ വീരജവാൻ കറിയാച്ചന് നമ്മുടെ നാട് എന്ത് സ്വീകരണമാണ് നൽകിയത്? 1000 പാവങ്ങൾക്ക് സക്കാത്ത് നൽകി ഹജ്ജിന് പോയി തിരിച്ചെത്തിയ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർക്ക് ഇവിടെ ആരും സ്വീകരണം നൽകിയില്ല. പിന്നെയാണ് അറുത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൺപൂര് പോയി പരീക്ഷ പാസ്സായി വന്നതിന് സ്വീകരണം. എടുത്തുകൊണ്ട് പോണം മൈക്കും കോപ്പും. പ്രിയമുള്ള സഹാക്കളെ, നമ്മുടെ നാടിന്റെ കൊപ്രാപ്പുരിക്കൽ കോന്തം കരണ അവന്റെ കടവാ നോക്കി ഒന്ന് പൊട്ടിക്കരുതായിരുന്നു അപ്പൊ തന്നെ. അയ്യോ, ഞാനത് വിട്ടുപോയി, ഓർമ്മിപ്പിച്ചു നന്നായി. നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിച്ചില്ലോ അവൻ എന്നെ. അവൻ എന്താ വിളിച്ചു പറഞ്ഞത്? ചെണ്ടകുട്ടി വരവറിയിക്കാൻ അവളത് ഝാൻസി റാണിയാണെന്ന്. അവള് ഝാൻസി റാണി തന്നെയാ. കൃഷ്ണപുരത്തെ ഝാൻസി റാണി. ഒന്ന് വിളംബരം ചെയ്തപ്പോ അവന് കൊണ്ടെങ്കിൽ വരവേൽപ്പ് കാണുമ്പോ ഇല്ലെങ്കിൽ നമ്മൾ ഞെട്ടിക്കും. കൃഷ്ണപുര ഗ്രാമത്തെ പുളകം കൊള്ളിക്കുന്ന വരവേൽപ്പായിരിക്കണം അവള്. എടാ, വക്കീൽ പരീക്ഷ 1 റാങ്കി പാസ്സായിട്ട് അവള് വരുന്നത്. കൺഗ്രാജുലേഷൻസ്. സെയിം ചെയ്യൂ. 4 ആളെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് അഭിമാനമല്ലേ? അത് പിന്നെ പറയണോ? നമുക്ക് പൊളിച്ചടുക്കാം മുതലാളി. നമ്മൾ എവിടെയാ നിർത്തിയത്? ഝാൻസി റാണി. ഝാൻസി റാണി എഴുത. മുതലാളി, ഈ ഝാൻസി റാണിക്ക് പൂച്ചയുടെ ഇച്ഛയാണോ അതോ കൂജയുടെ ഇച്ഛയാണോ? ഓച്ചൻ കർണന്റെ ഇച്ഛ. എടാ കോപ്പെ, സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ. അങ്ങനെ പറ, എന്നാ എനിക്ക് മനസ്സിലാവും. മുത്തുകുട 50, വർണ്ണക്കാവടി 30, വർണ്ണക്കാവടി 30, ഉഴങ്കര പ്രഭാരം മുന്നി വേണം. അതാരി നിന്റെ അമ്മായപ്പ. എടാ പറങ്ങോട്ട് കാവിലെ കൊമ്പൻ. നെറ്റിപ്പെട്ടോ വെഞ്ചാമരോ മസ്റ്റ് മസ്റ്റ്. പിന്നെ തലപ്പൊലി ഏന്തിയ തരുണീമണികൾ. എല്ലാം കൂടി കൃഷ്ണപുരം കവല ഒരു പൂരപ്പറമ്പാക്കണം. അയ്യോ, മുതലാളി ഒന്നും മറന്നു. ഏത്? മുതലാളിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കതിരാവേടി. അതും മറന്നു. എഴുത്. കതിന് 1001. നിതംബം കുലുങ്ങുമാർ. നിതംബം അല്ല, ദിഗന്ധങ്ങൾ. അതെ, ദിഗന്ധങ്ങൾ കുലുങ്ങുമാർ. അത് പൊട്ടണം. അത് കേട്ട് നാട്ടുകാർ ഞെട്ടണം. അത് പൊട്ടിയതാ. പൊട്ടിയത്